കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും സമ്പൂർണ്ണമായി വഴങ്ങുന്നില്ല ശശി തരൂർ. ലേഖനത്തിൽ എഴുതിയ ഡാറ്റ ശരിയാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. എന്നാൽ മറ്റേതെങ്കിലും ഡാറ്റ തന്നാൽ നിലപാട് തിരുത്താമെന്നും തരൂർ. ഡേറ്റ സൈറ്റ് ചെയ്ത സോഴ്സസ് ഒക്കെ ആർട്ടിക്കിൾ ഉണ്ട്. ഇനി വേറെ സോഴ്സസിൽ വേറെ ഡേറ്റ ഉണ്ടെങ്കിൽ അത് കാണാൻ തയ്യാറാണ് ഞാൻ. വേറെ ഡേറ്റ കിട്ടിയാൽ ഞാൻ സുഖമായിട്ട് മാറ്റാം. വിവാദത്തിനൊന്നുമില്ല എന്ന മുഖവരിയുടെ തുടങ്ങിയ രമേശ് ചെന്നിത്തല തരൂരിന്റെ വാദത്തെ എതിർത്തു. അന്താരാഷ്ട്ര ഏജൻസികൾ തന്നെ കൊടുക്കുന്ന ഈ ഗവൺമെന്റ് തന്നെ ആയിരിക്കുമല്ലോ, വേറെ ആകാശത്ത് പൊട്ടികളൊന്നും ആയിരിക്കത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം കഴിഞ്ഞ കോവിഡ് കാലത്ത് നടന്നൊരു PR ഏജൻസികളുടെ കളിയുടെ അതുപോലെയുള്ളൊരു കളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തരൂരിനെ ഡൽഹിയിലെ വീട്ടിലെത്തി കണ്ട് DYFI നേതാക്കൾ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിന് ക്ഷണിച്ചതും പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടു. മറ്റൊരു പരിപാടി ഉണ്ട് എന്നതിനാൽ DYFI പരിപാടിക്ക് എത്തില്ല എന്ന് തരൂരിന്റെ മറുപടി. അദ്ദേഹം ഞങ്ങളെ നല്ല നിലയിൽ അതിനെ അഭിനന്ദിച്ചു. ഈ പരിപാടിയെ അദ്ദേഹത്തെ ക്ഷണിക്കാൻ കാണിച്ച മനസ്സിനും അദ്ദേഹം നന്ദി പറഞ്ഞു. ലേഖന വിവാദത്തിൽ തരൂരിനെ വിമർശിച്ച നേതാക്കളെ കുറ്റപ്പെടുത്തി K. സുധാകരൻ രംഗത്ത് വന്നു. തരൂർ പറഞ്ഞതിനെ ചിലർ വ്യാഖ്യാനിച്ച് വലുതാക്കിയെന്ന് സുധാകരൻ. ഒരു വലിയ പരാതിയൊന്നും അങ്ങനെ അത്ര വലിയ കഷ്ടമൊന്നും പറഞ്ഞിട്ടില്ല. പുള്ളി അതിന് മാത്രമുള്ള ദ്രോഹമൊന്നും അതിൽ ചെയ്തിട്ടൊന്നുമില്ല. അത് പറഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ കഴിയുമോ? ഡൽഹിയിലെ കൂടിക്കാഴ്ചകൾ പൂർത്തിയാക്കി തരൂർ നാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.